ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി ആണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ കയറിയിരുന്ന വെള്ളത്തിൻ്റെ ചോട്ടിലിരുന്ന കഥകളെല്ലാം മനസ്സിലിട്ട് വായിച്ച് കണ്ട് ആ ഒരു ഓർമ്മകളിൽ മുഴുകി നേരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അർജുൻ്റെ മുന്നിലേക്ക് വരുക. അങ്ങനെ ആ ഒരു പ്രതിമ കണക്കെ വരുന്നു. ആ കട്ടിലേക്ക് കയറി അങ്ങ് കിടക്കുന്നു. പാവ അർജുൻ തൊട്ടരികിൽ ഇരുന്നുറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിയെ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. വിറയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിറ. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ അർജുൻ നോക്കിയപ്പോൾ കാണുന്നത് തൊട്ടരികിൽ നനഞ്ഞു കുളിച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന പിങ്കിയെ. തൊട്ട് നോക്കിയപ്പോൾ പൊള്ളുന്ന പനി. ഇതെന്താണെന്ന് അർജുൻ ആദ്യം മനസ്സിലായില്ല. അർജുൻ എന്നിട്ട് ഇങ്ങനെ ആകെ നിസ്സഹായതയോടുകൂടി പിങ്കിയെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും പിങ്കി കാണിച്ചു കൂട്ടിയതൊന്നും അർജുൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെ ഭാര്യയ്ക്കരികിൽ ഭർത്താവ് ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതം മേലുദ്യോഗസ്ഥന് മുന്നിൽ പോയിരിക്കുക. അപ്പോൾ നാട്ടിൽ വലിയ ഒരു ഭീഷണി തന്നെ നേരിട്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ സാർ ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു. ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ഇവിടെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്തൊരിടമാണെന്നാണ് കരുതിയത്. പക്ഷേ പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങളായിട്ട് തലവേദനയായിട്ടാണ് കാര്യങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു. അപ്പോൾ എന്താ സാർ കാര്യം എന്ന് ഗൗതം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കാനായിട്ട് മാവോയിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ പാവങ്ങളെ, മനുഷ്യരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതൊന്നും അല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ഇവിടുത്തെ നീതി ന്യായ സമ്പ്രദായത്തിനോടാണ് അവർക്ക് എതിർപ്പ്. അതിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലൊരു സ്ത്രീ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അഖിലെന്നെങ്ങാണ്ടാണ് ആ പുള്ളിക്കാരിയുടെ പേര്. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ എന്നുള്ളത് രീതിയിൽ അറിയപ്പെടുന്നത് ആദിത്യനും ഈ പറയുന്ന അഖിലയുമാണ്. അതുകൊണ്ട് തന്നെ അവരേത് മലമുകളിൽ ഒളിച്ചിരുന്നാലും അവരെ കണ്ടുപിടിച്ച് അവരെ വധിക്കാനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഓർഡർ. അപ്പോൾ ഒരു തലമുടി നാരിഴ കൊണ്ട് പോലും നമ്മുടെ നീതിന്യായത്തെ ഉപദ്രവിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കരുത്, അല്ലെങ്കിൽ അവർക്ക് അവസരം അതിനുണ്ടാകരുത്. ഞാനെല്ലാം ഗൗതത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഗൗതം തന്നെ അത് നോക്കിയും കണ്ടും എല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മേലുദ്യോഗസ്ഥൻ പറയുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് നമ്മുടെ ഗൗതം സല്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് പോരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നതോ ഈ ആദിത്യനെയും ആദിത്യൻ്റെ കൂട്ടാളികളെയും അതുപോലെ ഈ അഖിലയെന്ന് പറയുന്ന ആളെയുമാണ്. അവർ എവിടെയോ ഒരു സ്ഥലത്തിരുന്ന് അവരിങ്ങനെ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അവർക്ക് നമ്മുടെ പോരാട്ടം മരണം വരെയാണെന്നൊക്കെ പറഞ്ഞിവർ സംസാരിക്കുന്നു. അപ്പോൾ എളുപ്പവഴികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം മാറ്റേണ്ടത് ഒന്നോ രണ്ടോ പേരെയല്ല, മറിച്ച് ഒരു കൂട്ടത്തെ തന്നെയാണ്, ഒരു സിസ്റ്റത്തെ മുഴുവൻ നമ്മൾ മാറ്റണം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. അതായത് ആദിത്യനിരുന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോടാ എന്ന് അവിടെ ഇരുന്ന അഖില തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട്, അതായത് അഖില ഗർഭിണിയാണ്, ആ കുഞ്ഞിനോട് ഇരുന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നീതിന്യായ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അനീതികളുണ്ടോ അതെല്ലാം തിരുത്തി എല്ലാം നമ്മൾ ഓക്കെ ആക്കണം, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ തീർക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞ അയാൾ, അതായത് ഈ ആദിത്യന് എന്ന് പറയുന്ന വ്യക്തി ഇവരോടിങ്ങനെ എല്ലാം ക്ലാസ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടോ, മനോധൈര്യം വേണം, ഏതൊരവസ്ഥയിലും പിടിച്ചു നിൽക്കാൻ കഴിയണം, എങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഇതൊക്കെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയം പുറന്തോട് പൊട്ടിച്ച് ആമകളെ ഉണർത്തണം. തങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല എന്ന് തോന്നുമ്പോഴേ അവർ അധികാരികളുടെ നേരെ തിരിയൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക്കിനുള്ള സാധനങ്ങൾ ഇവിടെ എത്താൻ കുറേയേറെ ദിവസങ്ങൾ എടുക്കും. അതിനുള്ളിൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ ജൈവിളിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകണം. ഇതെല്ലാം കഴിഞ്ഞ് അവർ അങ്ങ് പോയി. പിന്നെ ആദ്യത്തെ നേരെ അഖിലയുടെ അടുത്തേക്ക് ചെല്ലുക. കുഞ്ഞിന് എന്താ അവൻ പറയണേന്ന് ചോദിച്ചപ്പം അച്ഛൻ്റെ ഈ സംസാരമൊക്കെ അവൻ കേൾക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞങ്ങനെ പറയണു. അപ്പോഴേക്കും ആദിത്യനും അതുപോലെ നമ്മുടെ ഭാര്യയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്താടോ എന്ന് ചോദിച്ചു. ഭർത്താവ് ഭാര്യയുടെ മുഖത്തെ മ്ലാനത കണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായി പോയല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ഇതും നമുക്ക് അത്യാവശ്യമല്ലേ എന്ന് ആദിത്യം ചോദിക്കാം. വരും കാലം വിപ്ലവ സിംഹം വരാൻ പോവുമല്ലേ, സിംഹം തന്നെയാവും, ഉറപ്പാണെന്ന് പറഞ്ഞു. എൻ്റെ മരണശേഷം ആശയങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടാവാൻ പ്രാപ്തനായ ഒരു മകൻ എന്ന് പറഞ്ഞ് ആദിത്യം പറയുമ്പം മരണത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്നതേ അഖില പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹം തിരിച്ചു തരാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിഫലം അത് മരണമാണെന്നുള്ള കാര്യം പറയുകയാണ് ആദിത്യൻ ഭാര്യയോട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അഖിലയ്ക്ക് വിഷമായി. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നിന്നിങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ പറയാം. അത് ഓർത്ത് വേണം മുന്നോട്ട് പോകാൻ ക്യാപ്റ്റൻ അഖില എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ധൈര്യമൊക്കെ ചോർന്നു പോകുക. പഴയതുപോലൊരു ധൈര്യമൊന്നും ഇപ്പം എൻ്റെ മനസ്സിന് തോന്നുന്നില്ല. ഒരു പക്ഷേ ഉള്ളിൽ ഒരു ജീവൻ കൂടി പുറത്തേക്ക് വരാൻ പോകുന്നതിൻ്റെ ആ ഒരു മാറ്റമാണോ എന്നൊന്നും അറിയില്ലെന്നൊക്കെ പറയുന്നു. അഖില എന്ന് ഈ കുപ്പായം ഊരി വെച്ച് പഴയ ആ എന്താ പറയുന്നത്
അഭിരാമിയാകാൻ തോന്നുകയാണ് എനിക്ക് ചിലപ്പോഴെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സമയമല്ല എന്നും ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയം നേതാവേന്നും വിളിച്ചുകൊണ്ട് ഒരാൾ കയറി വരുന്നു ഇവർക്കിടയിലേക്ക്. അപ്പോഴേക്കും ആദിത്യൻ തിരിഞ്ഞ് അയാളുടെ കൂടെ അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ്. നന്ദ ഫോട്ടോയൊക്കെ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാ അർത്ഥത്തിലും ഗൗതം സാറിൻ്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞു അച്ഛാ എന്നും പറഞ്ഞ് അച്ഛനോട് തൻ്റെ സന്തോഷം പറയുക. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെണ്ണായി ഞാൻ മാറില്ലായിരുന്നു അച്ഛാ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ്റെ ഫോട്ടോ നോക്കി നന്ദ കരയുക. എന്തിനാ എന്നെ വിട്ടിട്ട് എൻ്റെ അച്ഛൻ പോയത് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ കണ്ണീരോടെ ഇരുന്ന്. അപ്പോൾ ഇത് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി അത് കണ്ടുകൊണ്ട് വരുന്നു. മകളുടെ ഉള്ളിലെ വേദന അതെല്ലാം നമ്മുടെ ലക്ഷ്മി കാണുക. അച്ഛൻ എന്നെ സ്നേഹിച്ച് കൊതി തീരാതെയല്ലേ എൻ്റെ അച്ഛൻ പോയത്. എൻ്റെ അച്ഛനെ എനിക്ക് എത്രത്തോളം ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നന്ദയുടെ ഭാഗത്ത്. ഇതൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്മി മോളേന്ന് വിളിച്ചടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ മോൾ എന്തായി അച്ഛനോട് പറയുന്നതെന്ന് ചോദിച്ചപ്പം എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം വന്നാലും എന്ത് സങ്കടം വന്നാലും അതെല്ലാം എൻ്റെ അച്ഛനോട് പറയുന്നത് എനിക്ക് പതിവാ. ഞാൻ എൻ്റെ അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പിന്നെ എൻ്റെ അച്ഛനോട് പറഞ്ഞ് കണ്ണ് നിറയ്ക്കാൻ ഞാനല്ലേ ഉള്ളൂ. അതൊന്നും എൻ്റെ അമ്മ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാരണമൊന്നുമില്ലാതെ കണ്ണ് നിറയില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. അമ്മയ്ക്കറിയാം എന്താ എൻ്റെ മോളുടെ വിഷമത്തിന് കാരണമെന്ന്. അപ്പോൾ എന്തറിയാമെന്നാ അമ്മ എന്താ പറയണേന്ന് നന്ദ ചോദിച്ചു. നേരം പുലർന്ന ഉടനെ ഗൗതം പോയിരിക്കുന്നത് എവിടേക്കാണെന്ന് ആർക്കറിയാമെന്ന് ലക്ഷ്മി. അപ്പോഴേക്കും നന്ദ ഇങ്ങനെ വല്ലാതെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് ദിവസം ലീവ് എടുക്കേണ്ടിയിരുന്നതല്ലേ അവരെന്ന് ചോദിച്ചപ്പം നന്ദ ഇങ്ങനെ ഗൗതത്തിനെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. അതുകൊണ്ടൊന്നും അല്ല അമ്മേ, സത്യമാണ് ഞാൻ പറയുന്നത്. ഗൗതം സാറിൻ്റെ തിരക്കൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. മോളെ അത് നിൻ്റെ നല്ല മനസ്സുകൊണ്ട് നീ പറയുന്നതാണെന്ന് അമ്മയ്ക്കറിയാം. ഭർത്താവിൻ്റെ തിരക്കുകളൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത്. അതുപോലെ ഗൗതവും മനസ്സിലാക്കണം, നിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പം അയ്യോ ഗൗതം സാറ് സ്നേഹമുള്ള ആൾ തന്നെയാ അമ്മേ, പുറമേ അതങ്ങനെ പ്രകടിപ്പിക്കില്ല എന്ന് മാത്രമേ ഉള്ളെന്ന് പറയുമ്പോൾ മോളെ അങ്ങനെ പ്രകടിപ്പിക്കാതെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സ്നേഹം കൊണ്ട് എന്ത് പ്രയോജനമാണ് മോളെ ഉള്ളത് എന്ന് ചോദിച്ചു ലക്ഷ്മി നന്ദയോട്. ഈ സമയത്താണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും കൂടുതൽ അടുക്കേണ്ടതും അതുപോലെ ഒരുമിച്ച് ചെലവഴിക്കേണ്ടതും ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തു വയ്ക്കപ്പെടേണ്ട സ്നേഹപ്രകടനങ്ങൾ നടത്തേണ്ടതും ഈ സമയത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ലക്ഷ്മി നന്ദയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ അവനിങ്ങ് വരട്ടെ, ഞാൻ പറയുന്നുണ്ട് രണ്ടാളും കൂടി ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് പോയി സന്തോഷമായിട്ട് വരണമെന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം മോളെന്നും പറഞ്ഞിട്ട് ലക്ഷ്മി കുറേ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പോണു. ഈ സമയത്ത് പനിച്ച് വരച്ച് കിടക്കുന്ന ഭാര്യയ്ക്ക് ശുശ്രൂഷയായിട്ട് തൊട്ടരികിൽ നമ്മുടെ അർജുനുണ്ട്. ആ സമയത്തും എനിക്കെന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് വല്ലാണ്ട് തണുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിച്ചും പേയൊക്കെ പറയാം. അപ്പോൾ പനിയുടേതാണെന്ന് അർജുൻ തൊട്ടരികിലെന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ ഒന്ന് താഴട്ടെ, താൻ എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ അർജുനും പറഞ്ഞു. അപ്പോൾ വേണ്ട, എനിക്ക് എങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞു പിങ്കി പറയാം. ആരും ഇല്ലല്ലോ, ആരും ഇല്ലാത്തവളല്ലേ ഞാനെന്നൊക്കെ പറഞ്ഞു പിങ്കി ഭയങ്കരമായിട്ട് പറച്ചില. മരിച്ചു പോട്ടെ ഞാൻ, അതാ നല്ലത്, തണുത്ത് മരിച്ചു പോട്ടെ ഞാനെന്നൊക്കെ പറയണേ. അങ്ങനെയൊന്നും പറയല്ലേടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ തന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് തനിക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എനിക്ക് ആരും വേണ്ട, മതിയായി, എനിക്ക് ജീവിതം തന്നെ മതിയായി, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അർജുൻ ഇങ്ങനെ സമാധാനിപ്പിച്ച് തൊട്ടരികിൽ തന്നെ ഇങ്ങനെ തുണി നെറ്റിയിൽ നനച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കാം. പിങ്കി കണ്ണടച്ച് കിടന്ന് ഇങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പിങ്കി എന്ന് പറഞ്ഞ് അർജുൻ വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ചൂടുവെള്ളം എടുക്കാൻ പോകുമ്പോഴത്തേക്കും അർജുൻ്റെ കൈകളിലേക്ക് പിങ്കി വേഗം പിടിച്ചു. പിങ്കി അങ്ങനെ അർജുൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കുക കേട്ടോ. പാവം, എവിടെയോ എന്തോ ഒരു പ്രതീക്ഷ അതിങ്ങനെ സന്തോഷത്തോടെ എന്നിട്ട് പിങ്കിയെ നോക്കി നിൽക്കുന്നു. അപ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണടച്ച് കിടന്ന് എന്തൊക്കെയോ ഇങ്ങനെ കണ്ണുകൊണ്ട് ഏതാണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുക. പിങ്കി അന്നേരം ഇറുക്കി മുറുക്കി പിടിക്കുക നമ്മുടെ അർജുൻ്റെ കയ്യിലേക്ക്. പാവം അർജുൻ അത് ഒരുപാട് ഇഷ്ടമായി. കാരണം താൻ ആഗ്രഹിച്ച ഒരു സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. അപ്പം വേണ്ട, പോവണ്ട എന്നും പറഞ്ഞുകൊണ്ട് അർജുനെ പിടിച്ചടുത്തിരുത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അർജുൻ അവിടെ തൊട്ടരികിലിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്നേ, പോവണ്ടെന്നേ, എനിക്ക് എൻ്റെ ഗൗതം എൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ ഞെട്ടി. കാരണം ആ വായിൽ നിന്ന് വീണ വാക്ക് അത് അർജുന് താങ്ങാൻ പറ്റിയതായിരുന്നില്ല. അർജുൻ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുവാട്ടോ. പിന്നെ നമ്മുടെ അർജുൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്കായിപ്പോയി. അപ്പോൾ ഇവളുടെ ഉള്ളിലിരിപ്പ് മുഴുവൻ ഇവൾ വിളിച്ചു പറയുകയാണല്ലോ. പിങ്കി പറയുന്നതെല്ലാം കേട്ട് മരവിച്ചു പോയി നമ്മുടെ അർജുൻ.
ഞാൻ 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 നിന്നെ എന്തോരം സ്നേഹിച്ചതാ, നിന്നെ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചതാ, ഇപ്പോഴല്ലേ എൻ്റെ അടുത്ത് വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ. പാവം അർജുൻ ഇതൊക്കെ കേട്ടിട്ട് തകർന്നിരിക്കുക. പതുക്കെ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റു. പിങ്കിയാണ് തൻ്റെ ഉള്ളിലെ പ്രണയം മുഴുവൻ അവിടെ നിന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അർജുൻ കൈ അങ്ങ് വിടിയിച്ചു. പിന്നെ പിങ്കി അവിടെ കിടന്ന് കയ്യിൽ തപ്പൽ തുടങ്ങി. ഗൗതം ഗൗതം എന്നെ വിട്ട് പോവല്ലേ ഗൗതം, ഐ ലവ് യു ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് വിളിച്ച് പറയുന്നു. പാവം നമ്മുടെ അർജുൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഐ ലവ് യു ഗൗതം, ഐ ലവ് യു ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ അർജുന് കരച്ചിൽ വന്നു. അർജുൻ്റെ കണ്ണിൽ നിന്ന് പിടിപിടാന്ന് കണ്ണുനീര് വീഴുക. നമ്മൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതത്തിനോടെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അർജുൻ കേൾക്കുമല്ലേ. അതെല്ലാം കേട്ട് നമ്മുടെ അർജുൻ പ്രതികരിക്കാതെ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഗൗതം എവിടെയാ, നമുക്കിവിടെ എങ്ങും നിൽക്കണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം, നമുക്ക് രാമേശ്വരത്തിന് പോകാം, അവിടെ പോയി ജീവിക്കാം, ധനുഷ്കോടിയിൽ പോകാം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അർജുന് സഹിക്കാൻ പറ്റുമോ? ഐ ലവ് യു ഗൗതം, ഐ ലവ് യു എന്നൊക്കെ പറയണം. പാവം അർജുൻ അങ്ങനെ വാതിലിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഐ ലവ് യു ഗൗതം, ഐ ലവ് യു ഗൗതം, ഐ ലവ് യു ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി കിടന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടും ഇരിക്കണം. എന്തായാലും ഗൗതം പോവല്ലേ എന്നും പറഞ്ഞ് കരയുന്ന പിങ്കിയെ തനിക്ക് ജന്മം കിട്ടില്ല എന്നുള്ള കാര്യം അർജുൻ തിരിച്ചറിഞ്ഞിങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കും. അപ്പോഴും അവിടെ കിടന്ന് ഗൗതം എന്ന് പറഞ്ഞ് കൂവിക്കൊണ്ടിരിക്കുകയാണ് പിങ്കി. അത് കഴിഞ്ഞ് നമ്മുടെ അർജുനാണെങ്കിൽ അപ്പുറം മാറി ഇന്ന് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നന്ദ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി. നന്ദ ഓടി ചെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, നന്ദ എന്താ ഇവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഗൗതത്തിന് ഇങ്ങനെ അർജുനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അർജുൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഇന്നത്തെ കഥ കടന്നു പോയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ അർജുന് രക്ഷകയായി നന്ദ വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിങ്കിയുടെ ഈ ഒരു അവഹേളനവും അല്ലെങ്കിൽ പിങ്കിയുടെ ഈ ഉള്ളിലിരിപ്പൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സ് തകർന്ന് നിൽക്കുന്ന നമ്മുടെ അർജുന് താങ്ങും തണലുമായി നന്ദ എത്തിയിരിക്കുന്നു. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാവരും കാണണേ. എല്ലാവർക്കും നന്ദി.